അതിന് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇസാഖ് റബിൻ മുതൽ ഷിമോൺ പെരസ്, ഏരിയൽ ഷാരോൺ തുടങ്ങിയ എല്ലാവരും ഉത്തരവാദികളാണ്. പിന്നീട് വന്ന നെതന്യാഹു തന്നെ 99-ൽ, അതിനുശേഷം യഹൂദ് ബാരക് ഒക്കെ. അപ്പോ ഇതെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ ഈ കരാർ തന്നെ നോക്കൂ, ഇതിപ്പോ ഹമാസ് അംഗീകരിച്ചു എന്ന് വെക്കുക. നാളെ ഹമാസ് പുറപ്പെടുവിക്കുന്ന ഒരു പ്രസ്താവന, ഞങ്ങൾ ഈ കരാർ അംഗീകരിച്ചു. പക്ഷേ ഈ കരാർ അംഗീകരിച്ചാൽ പോലും ഇതിന്റെ അകത്ത് മറ്റൊരുപാട് ലൂപ്പ് ഹോൾ ഉണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തെ ഐറ്റം എന്താണ്? ഈ ബന്ദികളെ വിട്ടയക്കണമെന്നാണ്. ബന്ദികളെ വിട്ടുകിട്ടിയാൽ നെതന്യാഹു ഈ യുദ്ധം പുനരാരംഭിക്കില്ല എന്നതിന് ഒരു ഗ്യാരണ്ടിയുമില്ല. ഒന്നുമില്ല. അത് താങ്കൾ ട്രംപിന്റെ വാക്ക് ശ്രദ്ധിച്ചോ? സമാധാന കരാർ അംഗീകരിച്ചില്ല ഹമാസെങ്കിൽ ദുഃഖകരമായ അന്ത്യമെന്ന് ആരോടാണ് പറയുന്നത്? 65,000 മനുഷ്യരെയാണ് 2 വർഷം കൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൊന്നുകളഞ്ഞത്. അവരോടാണ് വീണ്ടും പറയുന്നത് ദുഃഖകരമായ അന്ത്യമെന്ന്. അതായത് ഇപ്പോഴത്തെ ഈ സംഗതി, ഇപ്പോ ഗസ തീർക്കും എന്ന് പറയുമ്പോൾ ഇതുവരെ ഗസ തീർത്തിട്ടില്ലേ എന്ന ചോദ്യമുണ്ട്. ഗസയ്ക്ക് വളരെ ദുഃഖകരമായ പര്യവസാനമാണ് കാത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതുവരെ വളരെ സന്തോഷകരമായ അവസ്ഥ അവർക്ക് ഉണ്ടായതുപോലെയാണ് പറയുന്നത് കേട്ടാ തോന്നുന്നത്. അപ്പോ ഇതിന്റെ അർത്ഥം വാസ്തവത്തിൽ ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന മൂല കാരണങ്ങളെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഫലസ്തീനികൾക്കൊരു നീതി, അവരുടെ ഒരു ബേസിക് അവകാശങ്ങളെ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ നോക്കൂ, ഇപ്പൊ ഹമാസിന് അന്ത്യശാസനം കൊടുക്കുന്നു. പക്ഷെ മറ്റു ഫലസ്തീനികളോ ഹമാസിനെ നമുക്ക് വിടാം. ഹമാസ് ഇവര് പറയുന്നത് പോലെ ഒരു അരികുവൽക്കരിക്കപ്പെട്ട ഒരു സംഘമാണ് മാറ്റി നിർത്താം. ജനതയെ പോലും പരിഗണിക്കാതെ ഈ 140 രാഷ്ട്രങ്ങൾ അംഗീകരിച്ച ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിലേക്കുള്ള ഏതെങ്കിലും ഒരു സൂചനയില്ലാതെ നോക്കൂ, 21ാമത്തെ ഇനമായിട്ട് പറയുന്നത് എന്താ? ഈ ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള ഒരു സൂചനയും പറയാതെ പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആശയവിനിമയം നടത്തും. ഇസ്രായേലും ഫലസ്തീനികളുമായിട്ട് ആശയവിനിമയം നടത്തും. എന്തിനാണ് ആശയവിനിമയം നടത്തുന്നത്? ഫലസ്തീനികളുടെ സ്വയം നിർണയാവകാശത്തിലേക്ക് എത്തുന്നതിനുള്ള ചർച്ചകൾക്ക് ആശയവിനിമയം നടത്തും. എന്ന് പറഞ്ഞാൽ അത് പറയാതെ പറയുന്നത് നിങ്ങൾക്കൊരു രാഷ്ട്രം തരില്ല എന്ന നെതന്യാഹുവിന്റെ ആ വാദത്തെ ട്രംപ് ഏറ്റുപിടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ് അവരുടെ ലക്ഷ്യം. അധിനിവേശത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അധിനിവേശത്തിന് നെതന്യാഹുവിനോടൊപ്പം ട്രംപും കൂടി ഉൾപ്പെടുന്ന ഒരു ഭരണസമിതി ഗസയെ ഭരിക്കുക. നേരത്തെ പറഞ്ഞ ഗസയെ ഒരു റിവിയറ ആക്കിയിട്ടില്ലെങ്കിലും അവിടുത്തെ ഒരു ഇക്കോണമിക് സോണും അവിടുത്തെ ഒരു ബാക്കി മറ്റെല്ലാ സർവീസുകളും ഈ പറയുന്ന ഒരു അന്താരാഷ്ട്ര സംഘത്തിന്റെ കീഴിൽ കൊണ്ടുവരിക. ഫലസ്തീനികൾക്ക് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ നിൽക്കാം. എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നുന്നത് ഈ പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളുടെ ഇതിലുള്ള നിലപാടിനാണ്. അതായത് ഈ പദ്ധതികൾ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്കറിയാം എന്താണ് അവസ്ഥ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മാനുഷികമായിട്ടുള്ളതിനപ്പുറത്തേക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ച് ധാരണയില്ലാത്ത രാജ്യങ്ങളല്ലല്ലോ. അപ്പം ട്രംപ് ഇതിൽ ഇടപെട്ടതുകൊണ്ട്, ഇല്ലെങ്കിൽ ട്രംപ് മുന്നിൽ നിന്ന് നയിക്കുന്നത് കൊണ്ട് മാത്രം അത്തരത്തിലൊരു നിലപാട് അറബ് രാജ്യങ്ങൾ എടുക്കാമോ? അത് മാത്രമല്ല, അത്തരത്തിലൊരു നിലപാട് അറബ് രാജ്യങ്ങൾ എടുക്കുമ്പോൾ ഹമാസിന് അത് എത്രത്തോളം പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്? ഇവിടെ നോക്കൂ, നമ്മൾ ഇതിന്റെ അകത്ത് കാണേണ്ട ഒരു വിഷയം, ഈ അറബ് രാജ്യങ്ങളുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രതിനിധി ഉൾപ്പെട്ട ഒരു സംഘം നടത്തിയ ചർച്ചയല്ല ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇത് നെതന്യാഹുവും ട്രംപും ചേർന്ന് വൈറ്റ് ഹൗസിൽ നടത്തിയ ഒരു ചർച്ചയുടെ ഒരു ഫലമായിട്ടാണ് അവർ വന്നിട്ടാണ് പ്രസ് കോൺഫറൻസിൽ ഇത് പ്രഖ്യാപിക്കുന്നത് ഇന്നലെ രാത്രി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പറയുന്ന രാജ്യങ്ങളുടെ അഭിപ്രായങ്ങളോ അവരുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള നിർദ്ദേശങ്ങളോ ഒന്നും ഇത് പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല. ഇതങ്ങ് സമർപ്പിച്ചു, എല്ലാവരും ഇത് അംഗീകരിക്കണം. സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങൾ ഇത് അംഗീകരിക്കുന്നതിന്റെ, പ്രത്യേകിച്ച് ഖത്തറൊക്കെ അതിലുള്ള വളരെ ശക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. കാരണം പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നടപടികൾ വന്നിട്ടില്ലെങ്കിൽ ഇത് ഫെയിലാകുമെന്ന അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞു. മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ പറയാൻ പോലുള്ള ഒരു അവസ്ഥ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രംപിന്റെ ഒരു തിട്ടൂരമാണ് ഇത് വാസ്തവത്തിൽ. എന്ന് പറഞ്ഞാൽ ഒരു അന്ത്യശാസനം കൊടുത്തിട്ട് എല്ലാവരെയും അംഗീകരിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ലോകക്രമം ആ ഒരു അമേരിക്കൻ ഹെഗമണിയുടെ പുറത്താണ് ഇപ്പോ നിലനിൽക്കുന്നത്. അതിന്റെ ബലത്തിൽ തങ്ങളെ കൊണ്ട്, തങ്ങൾ പറയുന്നത് എല്ലാവരും അംഗീകരിച്ചു കൊള്ളണം എന്ന ഒരു മേധാവിത്വ അധീശത്വ മനോഭാവത്തിന്റെ ഭാഗമായിട്ട് ട്രംപ് പുറത്തു വിടുന്ന ചില കൽപ്പനകളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളൊക്കെ ഇത് അംഗീകരിച്ചാൽ പോലും അന്തിമമായി ഇത് ഗ്രൗണ്ടിൽ നടപ്പാക്കുമ്പോൾ ഞാൻ അതാണ് പറയുന്നത്, എല്ലാ രാജ്യങ്ങളും, ഹമാസ് തന്നെയും ഇത് അംഗീകരിച്ചു എന്ന് വെക്കുക, എങ്കിൽ പോലും ഇതിന്റെ പരിപൂർണമായ നടത്തിപ്പിന് ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേൽ സമ്പൂർണമായിട്ട് ഗസയിൽ നിന്ന് പിന്മാറും എന്നതിനോ
IDF-ന്റെ പൂർണ്ണമായ പിന്മാറ്റം സാധ്യമാകും എന്നതിനോ, അതുപോലെ തന്നെ നെതന്യാഹു വീണ്ടും ഈ യുദ്ധം പുനരാരംഭിക്കില്ല എന്നതിനോ യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടിയില്ല.